പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിത വ്യവഹാരങ്ങളെല്ലാം പടച്ചതമ്പുരാന്റെ ഇഷ്ടത്തിനും പ്രീതിക്കും വിധേയമാക്കുന്നതിന് മുന്തിയ പരിഗണന നൽകണം. താൽക്കാലികമായ നേട്ടങ്ങൾക്കും സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനകളെ മനഃപൂർവം മറികടക്കുകയോ ധിക്കരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന രീതി സ്വീകരിക്കരുത്. അത് നമുക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രയാസങ്ങളും നഷ്ടങ്ങളും മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് ഓർക്കണം. ജീവിതയാത്രയുടെ എല്ലാ ഘട്ടങ്ങളും അള്ളാഹുവിന്റെ പ്രീതിക്ക് വിധേയമാക്കുവാനുള്ള പ്രയത്നത്തിലാണ് നമ്മൾ ഓരോരുത്തരും മുന്തിയ പരിഗണന നൽകി ഏർപ്പെടേണ്ടത് എന്ന് ഈ വേളയിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുവാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തഖ്വയുടെ ഈ പാഠം തന്നെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഈ റമദാനിലൂടെ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളുടെ ശരീരവും സമ്പത്തും സ്വർഗം പകരമായി അള്ളാഹുവിന് വിറ്റു എന്ന ഒരു പ്രസ്താവനയുണ്ട്. അതേപറ്റി നിങ്ങൾ ശാന്തമായി ചിന്തിച്ചു നോക്കിയാൽ എന്താണ് ഈ വിൽപ്പനയുടെ ഉദ്ദേശ്യം? ഇതിപ്പോ ഞാൻ ഇതിനെപ്പറ്റി പറയാനല്ല, വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് കേവലം ഓർമ്മപ്പെടുത്തുക മാത്രമായതുകൊണ്ടാണ് അതിന്റെ തെളിവുകളൊന്നും സമർത്ഥിക്കാത്തത്. എന്താണ് ഈ വിറ്റതിന്റെ ഉദ്ദേശ്യം? സമ്പത്തോ ശരീരമോ ഇത് രണ്ടും നേരത്തെ തന്നെ നമ്മുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ളതല്ല. വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ എല്ലാവരും പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട്, ശരീരവും സമ്പത്തും അള്ളാഹുവിൻ്റെതാണ്. കുറഞ്ഞ കാലത്തേക്ക് അതിന്റെ ഒരു നോക്കി നടത്തിപ്പിന്റെ ഉടമസ്ഥത അവൻ നമുക്ക് നൽകി എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ റബ്ബിന്റെ മുതല് റബ്ബ് നമ്മെ കുറച്ചു കാലത്തേക്ക് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു. ആ കാലയളവ് കഴിയുമ്പോൾ ഇത് തിരിച്ച് അവന് തന്നെ കൊടുക്കുന്നു. അതിലിപ്പോ സ്വർഗം എന്ന് പറയുന്ന മഹത്തായ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ മാത്രം എന്ത് സംഭവം, എന്ത് ത്യാഗമാണ് ഇതിലുള്ളത്. അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി അതിന്റെ ഉള്ളിലേക്ക് കടന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, റബ്ബ് തന്നു ഈ ശരീരം, ആരോഗ്യം, ആയുസ് എല്ലാം റബ്ബ് തന്നു. എന്നിട്ടൊരു നിശ്ചിത കാലത്തേക്ക് ഒരു 60 വർഷം അല്ലെങ്കിൽ 70 വർഷം അള്ളാഹു നിശ്ചയിച്ച ഒരു കാലയളവ്, ചിലപ്പം പൊടുന്നനെ, ചിലപ്പം കുറെ ദീർഘിച്ച് അള്ളാഹു നിശ്ചയിച്ച ഒരു കാലയളവിൽ ഈ ശരീരം നമ്മൾ തിരിച്ച് ഇവിടെ ഉപേക്ഷിച്ച് നമ്മൾ പോകുന്നു. പക്ഷെ ഈ കാലയളവിൽ ഈ ശരീരം ഇതിന്റെ യഥാർത്ഥ ഉടമയുടെ ഇഷ്ടമനുസരിച്ചും ഉപയോഗപ്പെടുത്താം, നമ്മുടെ ഇഷ്ടമനുസരിച്ചും ഉപയോഗപ്പെടുത്താം. എന്ന് നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ തന്നിഷ്ടം, സ്വാധികാരം എന്നൊക്കെ ഇന്നത്തെ ഭാഷയിൽ പറയുന്നുണ്ടല്ലോ. ഈ ജെൻഡർ പൊളിറ്റിക്സിന്റെ ഒരു ഭാഷയിൽ, LGBTQ പൊളിറ്റിക്സിന്റെ ഭാഷയിൽ മനുഷ്യന്റെ സ്വാധികാരത്തെ സംബന്ധിച്ച് അവർ ധാരാളമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ കുറഞ്ഞ സമയത്തേക്ക് നമ്മളെ പടച്ചവനേൽപ്പിച്ച ഈ കാര്യം
നമ്മുടെ ഇഷ്ടമനുസരിച്ച് കൈകാര്യം ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൈകാലുകൾ കൊണ്ട്, കൽബ് കൊണ്ട് തോന്നിയതൊക്കെ ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ പരിണിതി ഉണ്ടാകും. റബ്ബ് നിശ്ചയിച്ചതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ അതിന് അതിൻ്റെതായ ഗുണവും ഉണ്ടാകും. അപ്പൊ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ഘടകം അവിടെയുണ്ട്. നമ്മുടെ സമ്പത്തിന്റെ കാര്യവും അങ്ങനെ തന്നെ. റബ്ബ് നമുക്ക് ധനം നൽകി. ആ ധനം നമ്മുടെ ഇഷ്ടമനുസരിച്ച് എന്തിനു വേണമെങ്കിലും ചെലവഴിക്കാം. അത് നല്ല കാര്യത്തിൽ ചെലവഴിച്ചാൽ ധാരാളം വളരും, ചീത്ത കാര്യത്തിൽ ചെലവഴിച്ചാൽ പൊടുന്നനെ അങ്ങ് നശിക്കും. അങ്ങനെയൊന്നുമില്ല. നല്ല കാര്യത്തിൽ ചെലവഴിക്കുന്നവർക്ക് കഷ്ടനഷ്ടങ്ങൾ വരാം, ചീത്ത കാര്യങ്ങൾക്ക് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പിന്നെയും പിന്നെയും ലാഭം കിട്ടിക്കൊണ്ടിരിക്കാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരീക്ഷണമാണിത്. പരീക്ഷണത്തിന് ഈ രണ്ട് സാധ്യതയും ഉണ്ടാകുമ്പോഴേ അർത്ഥമുള്ളൂ. അപ്പൊ ശരീരവും സമ്പത്തും നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഉപയോഗപ്പെടുത്താനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു നിശ്ചിത കാലത്തേക്ക് റബ്ബ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട, പകരം എനിക്ക് സ്വർഗം മതി എന്നതാണ് ഈ കച്ചവടം. ഇതേപ്പറ്റി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ സന്ദർഭത്തിൽ ഇത് പറയുന്നത് വേറെ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ്. അപ്പൊ ശരീരവും സമ്പത്തും സ്വർഗം പകരം എന്ന വ്യവസ്ഥയിൽ വിറ്റു എന്ന് പറയുന്നതിന്റെ അർത്ഥം ശരീരവും സമ്പത്തും നമ്മുടേതായ ഇഷ്ടമനുസരിച്ച്, നമ്മുടേതായ രീതി അനുസരിച്ച് അതിന്റെ പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ പ്രയോജനപ്പെടുത്താൻ റബ്ബ് നൽകിയ അവസരം അങ്ങനെ എനിക്ക് വേണ്ട. കുറഞ്ഞ കാലം ശരീരം കൊണ്ട് അടിച്ചു പൊളിച്ച്, കുറഞ്ഞ കാലം സമ്പത്ത് കൊണ്ട് എന്തും കാട്ടി അങ്ങനെ കഴിഞ്ഞതുകൊണ്ട് മാത്രം എന്റെ ജീവിതം തീരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് റബ്ബേ, നീ തന്ന ഈ സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല, നീ തന്നെ എടുത്തോ. ഞാൻ പകരം നീ വെച്ച നിബന്ധനകൾക്ക് വിധേയമായി നിലകൊണ്ടുകൊള്ളാം. കാരണം അങ്ങനെ നിന്റെ നിബന്ധനകൾക്ക് വിധേയമായി നിലകൊണ്ടാൽ നാളെ എനിക്ക് സ്വർഗമുണ്ട്. ആ സ്വർഗമാണ് എനിക്ക് ഇതിനേക്കാളും വലുത്. 60, 70, 80 വർഷത്തെ ഈ സ്വാതന്ത്ര്യത്തെക്കാൾ വലുത് എന്നേക്കുമായി ലഭിക്കുന്ന ആ സ്വർഗമാണ്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട, പകരം സ്വർഗം മതി. ഇതാണ് കച്ചവടത്തിന്റെ സ്പിരിറ്റ്. അപ്പൊ ഈ കച്ചവടത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിന് നമ്മെ പ്രാപ്തമാക്കുകയാണ് ഈ പരിശുദ്ധ റമദാൻ മാസം എന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, വ്യവസ്ഥകൾ, നിയന്ത്രണങ്ങൾ എന്നതും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ നിയന്ത്രണങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നോ അതല്ല നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പരിഗണന നൽകുന്നോ? നോമ്പുകാരനായ ഒരാൾ ബോധപൂർവം തീരുമാനിച്ചിരിക്കുന്നു, ഈ നോമ്പിന്റെ പകലിൽ മുഴുക്കെ ഞാൻ എന്റെ റബ്ബിന്റെ ഇഷ്ടങ്ങൾക്ക് പരിഗണന കൊടുക്കൂ. എന്റെ ആഗ്രഹം, എന്റെ ദാഹം, എന്റെ വിശപ്പ്, എന്റെ മോഹം, എന്റെ മറ്റ് സുഖ സൗകര്യങ്ങൾ, ആസ്വാദനങ്ങൾ, വരുമാന സാധ്യതകൾ, അങ്ങനെ പലതും, അതൊന്നും എനിക്ക് വിഷയമല്ല. പകരം എന്റെ റബ്ബിന്റെ റിള. ഈ നിലപാടിലൂടെ ഒരാൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിനാണ് നോമ്പ് എന്ന് പറയുന്നത്, അല്ലാതെ പട്ടിണി കിടക്കണേനല്ല. ഇങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളെ റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിവെച്ചു, സ്വന്തം ആഗ്രഹങ്ങളെ റബ്ബിന്റെ അഭിലാഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വിധേയമാക്കി, സ്വന്തം ആവശ്യങ്ങളെയും തേട്ടങ്ങളെയും റബ്ബ് നിശ്ചയിച്ച പരിധിക്കും അതിർത്തിക്കും ഉള്ളിൽ നിന്ന് മാത്രം സമീപിച്ചു. അതാണ് നോമ്പുകാരൻ ചെയ്യുന്ന പണി. അപ്പൊ ശരീരം അള്ളാഹുവിനെ വിറ്റു. ആ വിറ്റ സ്വാതന്ത്ര്യമുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം എങ്ങനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്, എത്രമാത്രമേ നമ്മൾ പ്രയോജനപ്പെടുത്തൂ, ഇതിന്റെ ഒരു പ്രായോഗിക പരിശീലനം ഈ റമദാനിൽ നടക്കുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധീകരണമാണ്, ഒരു സംശയവുമില്ല. ആ അർത്ഥത്തിൽ പരിശുദ്ധമായ നോമ്പിന്റെ എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ടോ അവ പൂർത്തീകരിക്കുന്ന വിധം ഈ കർമ്മം അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ ഇനി അതിനോടൊപ്പം ചേർത്ത് ചിന്തിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ശരീരത്തിന്റെ ശുദ്ധീകരണം നടന്നു, അതിന് അള്ളാഹു ചില നിബന്ധനകൾ വെച്ചു. സാധ്യമാകുന്നിടത്തോളം നമ്മൾ ഓരോരുത്തരും ഈ റമദാനിൽ 30 ദിവസവും അത് പാലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ശരീരം നോമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ളതിനേക്കാൾ കുറെ കൂടി സംസ്കരണം സിദ്ധിച്ചു. ശീലങ്ങളിൽ കുറെ അധികം നിയന്ത്രണങ്ങൾ വന്നു, സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും അച്ചടക്കം വന്നു. നമ്മൾ നോമ്പൊരിക്കൽ പറഞ്ഞല്ലോ, അസ്സൗമു ജുന്ന, നോമ്പൊരു പരിചയാണ്.
അപ്പോ ആ പരിച നാനാ ദിക്കുകളിൽ നിന്ന് ജാഹിലിയത്തിന്റെ പൈശാചികതയുടെ പല ആക്രമണങ്ങളും നമ്മുടെ നേരെ വരുമ്പോ ഞാൻ നോമ്പുകാരനാണ് എന്ന പരിച കൊണ്ട് അതിനെയൊക്കെ ചെറുക്കാണ്. സമാന സ്വഭാവത്തിൽ തിരിച്ചടിക്കല്ല, അതിനെയൊക്കെ ചെറുക്കുകയാണ്. ഇവൻ നോമ്പുകാരനാകുന്നു എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. അപ്പൊ നോമ്പിലൂടെ നമ്മൾ ഇങ്ങനെ നേടുന്ന ഈ സംസ്കരണം നമുക്ക് ഫലം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത് ഈ ശരീരം മാത്രമല്ല, നമ്മുടെ സമ്പത്തും കൂടി ചേർന്നതാണ്. അപ്പൊ സമ്പത്തിന്റെ ശുദ്ധീകരണവും നടക്കേണ്ടതുണ്ട്. ശരീരത്തിന്റെ ശുദ്ധീകരണത്തിൽ ഏർപ്പെടുന്ന ഒരു മാസം സമ്പത്തിന്റെ ശുദ്ധീകരണവും കൂടി നടക്കണം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് റമളാനിൽ സക്കാത്തിനെ സംബന്ധിച്ച് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ റമളാനും സക്കാത്തും തമ്മിൽ സവിശേഷമായ ബന്ധമൊന്നുമില്ല. സക്കാത്തിൽ ചിലതിൻ്റെത് പിന്നെ കാർഷിക വിളകളൊക്കെ ആണെങ്കിൽ എന്ന് അള്ളാഹു പറഞ്ഞത് പ്രകാരം കാർഷിക വിളകളുടെ സക്കാത്ത് അത് വിളവെടുപ്പ് സമയത്ത് തന്നെ അതിന്റെ നിസാബെത്തിയാൽ സക്കാത്ത് നൽകുന്ന രീതിയാണുള്ളത്. അല്ലാത്ത മറ്റു വിഭവങ്ങൾക്ക് വർഷത്തിൽ ഒരിക്കൽ സക്കാത്ത് നൽകണം. ഈ വർഷം തികയുന്നത് റമളാൻ മുതൽ റമളാൻ വരെ ആകട്ടെ എന്ന് ആളുകൾ തീരുമാനിക്കുന്നു. ഒരു നല്ല മാസമാണ് റമളാൻ. ഏത് സൽക്കർമ്മത്തിനും വർദ്ധിതമായ പ്രതിഫലം കിട്ടുന്ന മാസമാണ് റമളാൻ എന്ന് മാത്രമല്ല, എന്റെ ശരീരത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ ചടകുടഞ്ഞെണീറ്റ് സാധ്യമാകുന്ന കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പവിത്ര മാസത്തിൽ തന്നെ എന്റെ സമ്പാദ്യത്തിന്റെ ശുദ്ധീകരണവും നടത്താൻ സാധിച്ചാൽ അത് കൂടുതൽ ഉത്തമമാണ് എന്നുകൂടി വിശ്വാസികൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ചുരുങ്ങിയ വാചകങ്ങളിൽ സക്കാത്തിനെ സംബന്ധിച്ച് മാത്രമല്ല, ഈ അവസാനത്തെ 10 നോമ്പ് തുടങ്ങിയേ ഉള്ളൂ, പക്ഷെ ഇപ്പോ നോമ്പിന്റെ അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ നോമ്പ് 27 ആയിട്ടുണ്ടാവും എന്നാണ് എന്റെ ധാരണ. അപ്പൊ അങ്ങനെ വരുമ്പോ അവസാനത്തെ 10 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പല കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറേശ്ശെ പറയുകയാണ് ഈ സന്ദർഭത്തിൽ. അതിൽ ഒന്നാമത്തെ സംഗതി, സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെയും സമ്പത്തിന്റെയും ശുദ്ധീകരണം ആവശ്യമാണ്. കാരണം സമ്പത്ത് മാറ്റിവെച്ചിട്ട് ഒരു മനുഷ്യനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. കുറെ വരുമാനം വേണം എന്നല്ല, എന്തെങ്കിലും ഒരു ചെറിയ ഇരിക്കക്കൂരയില്ലാതെ, അന്നന്നത്തെ ഉപജീവനത്തിന് എന്തോ ഒരു വഴിയില്ലാതെ, തന്റെയും തന്റെ കൂടെയുള്ളവരുടെയും സംരക്ഷണത്തിനും നിലനിൽപ്പിനും അതിജീവനത്തിനും മുന്നോട്ട് പോക്കിനും എന്തോ ഒരു സംവിധാനമില്ലാതെ ഒരു മനുഷ്യനെയും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പൊ കുറെ ഉള്ള ആൾ കുറെ അധികം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. കുറച്ചുള്ള ആൾ ആ കുറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. അപ്പൊ ശരീരത്തോടൊപ്പം സമ്പത്തുണ്ട്, അളവിലും തോതിലേ വ്യത്യാസമുള്ളൂ. ആ സമ്പത്തിന്റെ ശുദ്ധീകരണവും കൂടി ഈ ശരീരത്തിന്റെ ശുദ്ധീകരണത്തിന് ഫലം കിട്ടണമെങ്കിലും ഇത് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും അനിവാര്യമാണ് എന്ന് നമ്മൾ എല്ലാവരും തത്വത്തിൽ അംഗീകരിക്കേണ്ടതാണ്. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടം എന്താണ്? എനിക്ക് എന്തൊക്കെ ബാധ്യതയാണ് എന്റെ സമ്പത്തിന്റെ മേലെയുള്ളത്? സക്കാത്ത് എന്ന് പറയുന്നതിന് മുമ്പ് പലപ്പോഴും ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശുദ്ധീകരണം എന്ന അർത്ഥമുണ്ട്, വളർച്ച എന്ന അർത്ഥമുണ്ട്. അറബി ഭാഷയിൽ തന്നെ അങ്ങനെയുണ്ട്. ഈ രണ്ടർത്ഥവും കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമാണ് സക്കാത്ത് എന്ന് ഇസ്ലാം കാര്യങ്ങളിലെ ഒരു കാര്യമായിട്ട്, മൂന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം അതാണ്. ഈ രണ്ട് വളർച്ച, ഒന്ന് ശുദ്ധീകരണമാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. അപ്പോ അവരുടെ ധനത്തിൽ നിന്ന് താങ്കൾ സദഖ അഥവാ സക്കാത്ത് സ്വീകരിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിക്കും? തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. അവരുടെ ശുദ്ധീകരണവും സംസ്കരണവും അതിലൂടെ സാധ്യമാകും. വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൻ ലഹും. സക്കാത്ത് സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. താങ്കളുടെ പ്രാർത്ഥന അവർക്കൊരു നിർവൃത്തി, ഒരു സമാധാനമേകും എന്നുകൂടി തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന അർത്ഥത്തിൽ സക്കാത്തിന്റെ ഒരു മാനം ശുദ്ധീകരണമാണ്. അങ്ങനെ എല്ലാവരും തന്റെ ധനം, തന്റെ സമ്പാദ്യം ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നിസാബ്, അതിന്റെ തോതെത്തിയാൽ ഇത്ര ഓരോ ഇനത്തിലും സക്കാത്ത് കൊടുക്കണം എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ സക്കാത്ത് കൊടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായും സമൂഹത്തിൽ സമ്പത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു. പണക്കാരന്റെ പെട്ടിയിലിരുന്നിരുന്ന കാശ് പാവപ്പെട്ടവനിലേക്ക് എത്തുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. പണം വ്യവഹാരത്തിൽ കൂടുതൽ കൈകാര്യം ചെയ്യപ്പെടുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? കുറച്ച് ആളുകൾ അവരുടെ കാശ് അവരുടെ പെട്ടിയിൽ കെട്ടിപ്പൂട്ടി വെക്കുമ്പോ ഉണ്ടാകുന്നതിൽ നിന്ന് വ്യത്യസ്തമായി
അവരുടെ ന്യായമായ വിഹിതം സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സമൂഹത്തിന്റെ ക്രയശേഷി വർദ്ധിക്കുകയും സമൂഹത്തിൽ ഒരു വളർച്ച, ഒരു ഉണർച്ച സാമ്പത്തികമായി പ്രകടമാവുകയും ചെയ്യും. അപ്പൊ സക്കാത്തിന്റെ രണ്ടർത്ഥവും അതാണ്. ഒന്ന് ശുദ്ധീകരണമാണ്, മറ്റൊന്ന് വളർച്ചയാണ്. അപ്പൊ എന്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? നമ്മളെ ഈ പഴയ ഫിഖ് കിതാബ് ഇപ്പോ കമ്മിറ്റിക്ക് കൊടുത്താൽ ശരിയാവില്ല എന്ന് പറയുന്ന ആ ഫിഖ് ഉണ്ടല്ലോ, ആ ഫിഖിന്റെ കിതാബിൽ നോക്കിയാൽ ഇന്ന് നമ്മുടെ ഒട്ടുമിക്ക വരുമാന സാധനങ്ങൾക്കും സക്കാത്തില്ല. കാരണം എന്താണ്? ഈ വരുമാന സാധ്യതകളുള്ള ഈ സംവിധാനങ്ങളുടെ നടുവിലല്ല ആ ഫിഖ് രൂപപ്പെട്ടത്. ആ ഫിഖ് രൂപപ്പെട്ട പശ്ചാത്തലത്തെയാണ് ആ ഫിഖ് അഭിമുഖീകരിക്കുന്നത്. അത് ഫിഖിന്റെ കുഴപ്പമില്ല, അതാണ് ഫിഖ് എന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് കഴിയാതെ പോയി എന്നതിലേ അവിടെ പ്രശ്നമുള്ളൂ. പക്ഷെ ഈ ഫിഖിന്റെ ഒക്കെ മേലെയാണ് ഖുർആൻ. എല്ലാ ഫിഖും രൂപപ്പെടുന്നത് ഖുർആനും സുന്നത്തും വെച്ചിട്ടാണല്ലോ. ഖുർആനും സുന്നത്തും വെച്ച് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത രീതി, അതിനാണ് ഫിഖ് എന്ന് പറയുന്നത്. ഖുർആനും സുന്നത്തും മുമ്പിൽ വെച്ച് ഒരു പ്രശ്നത്തെ ഒരു കാലഘട്ടത്തിൽ പണ്ഡിതന്മാരായ ആളുകൾ അഭിമുഖീകരിച്ചു. അതിലൂടെ രൂപപ്പെട്ടതാണ് ഈ കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ആ രൂപപ്പെട്ട സാഹചര്യത്തിൽ ആ കർമ്മശാസ്ത്രം പ്രസക്തം, ആ സാഹചര്യം മാറുമ്പോ ആ കർമ്മശാസ്ത്ര വിധി അപ്രസക്തമാകും. ഇത് അംഗീകരിക്കാനും മനസ്സിലാക്കാനും മുസ്ലിം ഉമ്മത്തിന് കഴിഞ്ഞാൽ അവർക്ക് ഖുർആനും സുന്നത്തും ഉപയോഗിച്ച് മുന്നോട്ട് പോകാനാവും. ഇങ്ങനെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിലോ ഖുർആനും സുന്നത്തും അവിടെ കിടക്കും. ഇവർ ഈ പഴയകാല കിതാബിന്റെ ഈ ഏടുകളിൽ കെട്ടിത്തിരിയും. അതുകൊണ്ട് അവർക്കും ഒരു ഗുണം കിട്ടില്ല, ഇസ്ലാമിക സമൂഹത്തിനും പ്രയോജനം കിട്ടില്ല. ഇത് വേറെ ഒരു വലിയ ചർച്ചയാണ്, ഞാൻ അതിന്റെ ഇടയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത്, നമുക്ക് എന്തിനൊക്കെയാണ് സക്കാത്തുള്ളത്? നമുക്ക് ഖുർആൻ എന്ത് പറയുന്നു എന്ന് നോക്കാം. ഒരൊറ്റ പ്രയോഗം മാത്രം മതി. ഇപ്പൊ ഞാൻ നേരത്തെ ഉദ്ധരിച്ച ആ സൂക്തത്തിൽ തന്നെ ഖുദ് മിൻ അംവാലിഹിം സദഖ, അംവാൽ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അവരുടെ അംവാലിൽ നിന്ന്. മാൽ എന്നതിന്റെ ബഹുവചനമാണ് അംവാൽ. എന്തിനാണ് ധനം എന്ന് പറയാ? നിങ്ങൾക്ക് വലിയ തേയിലത്തോട്ടമുണ്ട്, അത് ധനമാണോ? നിങ്ങൾക്ക് കുറെ ഗ്രാമ്പു കൃഷി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏലം കൃഷി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അടക്ക, തേങ്ങ ഇത് കൃഷി ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ധനമാണോ? അല്ലേ? ഇതൊക്കെ ധനമാണെങ്കിൽ ഇതിനൊക്കെ സക്കാത്തുണ്ട്. ഇത് ധനമായിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിൽ ആ വലിയ തോട്ടമുള്ള ഉടമ ഒരു പാവപ്പെട്ടവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. പക്ഷെ അങ്ങനെ നമ്മളെ മനസ്സിലാക്കുകയുള്ളൂ, ഗവൺമെന്റ് മനസ്സിലാക്കുകയില്ല. അയാൾ ടാക്സ് അതിന്റെ നിയമം അനുസരിച്ച് ഒടുക്കിക്കൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. അപ്പോ ഖുദ് മിൻ അംവാലിഹിം സദഖ, നിങ്ങൾ അവരുടെ താങ്കൾ അവരുടെ ധനത്തിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കുക, സദഖ സ്വീകരിക്കുക, വസൂലാക്കുക എന്ന് അല്ലാഹു പറയുന്നത് അംവാൽ എന്ന് പ്രയോഗിച്ചുകൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ തയ്യിബാതി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ്. ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നു, ഏ വിശ്വാസികളെ, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങൾക്ക് നാം നൽകിയ നല്ല വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക, അതുപോലെ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്നതിലും. അപ്പൊ അംബാലിന്റെ വിശദീകരണം അവിടെ കുറച്ചുകൂടി ഒന്ന് വിസ്തരിച്ചു വന്നിരിക്കുകയാണ്. വഹുവല്ലദീ അൻശഅ ജന്നാത്തിൻ മഅറൂശാത്തിൻ വഗൈറ മഅറൂശാത്ത് والنخل والزرع مختلفا أكله والرمان والزيتون متشابها وغير متشابه സൂറത്തുൽ അൻആമിൽ. അപ്പോ അവിടെ പന്തലിൽ പിന്നെ വ്യത്യസ്ത വിവിധങ്ങളായ തരത്തിലുള്ള ഈത്തപ്പനകളും മറ്റു കൃഷികളും, പന്തലിൽ പടരുന്നവയും അല്ലാത്തവയുമായ എന്ന് പറഞ്ഞാൽ തടിമരത്തിൽ നിൽക്കുന്നതും പടർന്നുണ്ടാകുന്നതുമായ സാധനങ്ങൾ, മഅറൂശാത്തിൻ വഗൈറ മഅറൂശാത്ത് രണ്ടും പ്രയോഗിച്ചിരിക്കുകയാണ്. എങ്ങനെ ഈ കാർഷിക വിളകളുടെ വൈവിധ്യമാർന്ന എല്ലാ തലത്തിലേക്കും വെളിച്ചം വീശുന്ന കുറച്ച് പ്രസ്താവനകൾ നടത്തിയ ശേഷം റബ്ബ് പറയുന്നു, അതിൽ നിന്ന് അതിന്റെ അവകാശികൾക്ക് ഉള്ള വിഹിതം വിളവെടുപ്പ് സമയത്ത് നിങ്ങൾ നൽകണം. തേങ്ങയാണ് ഒരാളുടെ വരുമാനമെങ്കിൽ തേങ്ങ ഉപയോഗിച്ച് അത് വിറ്റ് കാശാക്കി ആ കാശ് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ സംരക്ഷണ ചുമതലയിലുള്ളവരുടെയും അനിവാര്യ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണം, അവരുടെ പാർപ്പിടം, അവരുടെ ചികിത്സ, അവരുടെ വിദ്യാഭ്യാസം, ഇങ്ങനെ പോലെയുള്ള ആഡംബരമല്ല, അടിസ്ഥാന ആവശ്യങ്ങൾ. ഈ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ഒരു തേങ്ങാത്തോട്ടത്തിൽ ജീവിക്കുന്ന ഒരാളുടെ കയ്യിൽ 55 ഗ്രാം സ്വർണത്തിന്റെ വിലക്ക് തുല്യമായ സംഖ്യ ബാക്കിയുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ഇതാണ് സംഭവം. ഇത് തെങ്ങിന് മാത്രമല്ല, എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെയാണ്. അതിന്റെ ഓരോന്നിന്റെയും വിശദാംശങ്ങൾ പറയാൻ ഈ വേദി, ഈ സന്ദർഭം തന്നെ പ്രായോഗികമല്ല. ഞാൻ അതിന്റെ ഒരു തത്വം നിങ്ങളെ ഉണർത്തിയതാണ്. അപ്പൊ എന്തൊക്കെയാണ് എന്റെ വരുമാനം? വരുമാനം എങ്ങനെ വരുന്നു എന്നതിന് വിവരം വേണം, കാരണം വേണം.
എങ്ങനെ ചെലവാകുന്നു എന്നതും കണക്ക് വേണം. ഇങ്ങനെയുള്ള കണക്കുള്ള ആൾക്കേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. നിസാബ് എത്തിയോ ഇല്ലേ, ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യസ്ഥനാണോ അതല്ല ഇതിന്റെ പരിധിക്ക് താഴെയാണോ, ഇത് മനസ്സിലാകണമെങ്കിൽ മൊത്തത്തിൽ അയാൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഊഹക്കണക്ക് കൂട്ടിയാൽ പോരാ. ഊഹക്കണക്കുമ്പോ മുന്നോട്ട് പോകാത്ത ഒരു നാളുണ്ട് എന്ന് ഓർത്തുകൊണ്ട് കണക്ക് കൂട്ടണം. എങ്ങനെ? ലാ തസാലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാഹ് വഅൻ ഇൽമിഹി ഫീമാ ഫഅല വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖ. ഒരു നാളിൽ ഒരടി ഒരു മനുഷ്യനും മുന്നോട്ട് വെക്കുകയില്ല ചില കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് അവിടെ നൽകിയിട്ടല്ലാതെ. എന്തിനെ കുറിച്ചൊക്കെ നൽകേണ്ടി വരും? അതിൽ പലതുണ്ട്, വിശദീകരണം അവിടെ സമയമില്ല. അതിലെ ഒരു വശം എന്താണ്? അവന്റെ നേരത്തെ നമ്മൾ എന്ന് പറഞ്ഞ ആ മാലുണ്ടല്ലോ, അത് തന്നെ മാലിഹി, അവന്റെ ധനത്തിന്റെ കാര്യത്തിൽ എവിടെന്നാ സമ്പാദിച്ചത്, എങ്ങനാ ചെലവഴിച്ചത്. നമ്മൾ പറയുമല്ലോ, പിന്നെ വരുമാനം ഇങ്ങോട്ട് വരുന്നതൊക്കെ വൗച്ചർ അനുസരിച്ച്, റെസീറ്റ് അനുസരിച്ചാവണം, അങ്ങോട്ട് പോകുന്നതൊക്കെ വൗച്ചർ അനുസരിച്ചാകണം എന്ന് ഒരു പിന്നെ സാമ്പത്തിക വ്യവഹാരത്തിന്റെ മിനിമം മര്യാദ പറയില്ലേ. ഈ ഒരു സിസ്റ്റം ഒരാൾക്ക് വേണം. എവിടെ റെസീറ്റും വൗച്ചറും വേണമെന്നല്ല ഈ പറയുന്നത്. എങ്ങനെ വന്നു, എത്ര വന്നു, ഓരോ കൊല്ലവും ഓരോ മാസവും ഏതൊക്കെ വഴിയെ എങ്ങനെയൊക്കെ വരുമാനം എന്നിലേക്ക് വന്നു, അത് എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളിൽ കഴിച്ചു ബാക്കി എത്രയുണ്ട്. അപ്പൊ ഒരു സാമ്പത്തിക അച്ചടക്കം വേണം. സക്കാത്ത് നൽകണമെങ്കിൽ ഈ സാമ്പത്തിക അച്ചടക്കമുള്ളവനെ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരും, നമ്മളുടെ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സാമ്പത്തിക ശേഷിയുള്ളവർ അവരുടെ അവസ്ഥകൾ വിലയിരുത്തി വിവരമുള്ള ആളുകളോട് അവരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വിവരിച്ച് ഏതിനൊക്കെ എത്ര അളവിൽ നിസാബ് വരുമെന്ന് മനസ്സിലാക്കി അവർ സക്കാത്തിന് ബാധ്യസ്ഥരാണെങ്കിൽ ആ ബാധ്യത നിർവഹിക്കണം. ഇത്രേ ഇപ്പൊ അവിടെ പറയാൻ നിർവാഹമുള്ളൂ. അതിന്റെ ഒരുപാട് ചർച്ചകളുണ്ട്. അത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ എല്ലാം വളരെ ക്ലിയർ ആണ്. കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ സംശയം ഒരിക്കലും തീരാതിരിക്കാനുള്ള വകുപ്പും അവിടെയുണ്ട്. അതുകൊണ്ട് ഗൗരവത്തിൽ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം പൊതുവായ ദാനധർമ്മമാണ്. പൊതുവായ ദാനധർമ്മത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് എന്താണ്? പിന്നെ ഈ ചെലവഴിക്കുക എന്ന് പ്രയോഗിച്ചല്ലോ, രഹസ്യവും പരസ്യവും. അതിൽ ഈ പരസ്യമായ ചെലവഴിക്കലിൽ പ്രധാനപ്പെട്ടതാണ് സക്കാത്ത്. അത് സ്വകാര്യമായിട്ട് കൊടുക്കുന്ന പരിപാടിയല്ല. അത് കളക്ട് ചെയ്യുന്ന ടീം തന്നെ അതിന്റെ ഒരു അവകാശിയാകാവുന്ന സ്വഭാവത്തിൽ പരസ്യമായ പണിയാണ്. അതായത് സക്കാത്ത് ശേഖരണ വിതരണ പദ്ധതി നടപ്പിൽ വരുത്തുന്ന ടീമിനെ തന്നെ ഒരു അവകാശിയാക്കിയിട്ട് വെച്ചിരിക്കണം. അത്രയും പരസ്യമായ കളക്റ്റീവ് എഫേർട്ട്, ഒരു സംഘടിത ശ്രമമാണ് ഖുർആനിന്റെ കാഴ്ചപ്പാടിൽ സക്കാത്ത്. പക്ഷെ അങ്ങനല്ല, അതിനുള്ള നിസാബും ഇല്ല. പാവപ്പെട്ടവനാണ്, ആകെ 5 റുപ്യ ഉള്ളൂ, 50 പൈസ, അതിൽ നിന്ന് 50 പൈസ ദാനം ചെയ്യാൻ പറ്റുമോ? ആകെ 5 രൂപയേ ഉള്ളൂ, 50 പൈസ കൊടുക്കാൻ പറ്റുമോ ഒരു പ്രയാസപ്പെടുന്നവന്? എങ്കിൽ ആ 50 പൈസക്ക് മറ്റേ വലിയ പണക്കാർ കൊടുക്കുന്ന കോടികളുടെ വിലയുണ്ട്. ഹദീസൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വിസ്തരിച്ച് പറയല്ല ഞാൻ. ഇത് നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് പണക്കാർക്ക് മാത്രം പറഞ്ഞതല്ല, എല്ലാവർക്കും ബാധകമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. അദൃശ്യത്തിൽ വിശ്വാസികളുടെ പ്രത്യേകത പറയാണ്. ഈ ഖുർആനിൽ നിന്ന് ആർക്കാണ് ഹുദ കിട്ടുക, ആർക്കാണ് സന്മാർഗം കിട്ടുക, ആ വിഭാഗത്തിന്റെ സവിശേഷതയാണ് ഈ പറഞ്ഞത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കാൻ പറ്റണം. വയുഖീമൂന സ്വലാ, നമസ്കാരം വ്യവസ്ഥാപിതമായിട്ട് നിലനിർത്തണം. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ശീലം വേണം. ഈ ചെലവഴിക്കുന്ന ശീലം എന്ന് പറഞ്ഞത് സക്കാത്തിനെ കുറിച്ചല്ല, ഇത് പൊതുവായിട്ടുള്ള ഒരു ശീലമാണ്. അതുകൊണ്ട് സക്കാത്തിന്റെ നിസാബും തോതും എത്താത്തവനും ഉള്ള ശേഷി അനുസരിച്ച് എത്ര കൊടുക്കാൻ പറ്റുമോ അത്ര അർഹരായ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രകൃതമാണ്. ഒരു വിശ്വാസിയുടെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ അല്ല, ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ വിശേഷണമാണ്. ആ അർത്ഥത്തിൽ ബാക്കിയുള്ളവരും ഇതേക്കുറിച്ച് ചിന്തിക്കണം. റമദാനിലേക്ക് കടന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഴിച്ചുവിടപ്പെട്ട കാറ്റുപോലെ ഉദാരനായിരുന്നു എന്നൊക്കെ ഹദീസിൽ പറയുന്നത് കണ്ടമാനുള്ള ഒരാളായിരുന്നു മുഹമ്മദ് മുസ്തഫ എന്നതിനർത്ഥമില്ല. 3 ദിവസം തുടർച്ചയായിട്ട് ആലോചിച്ചോക്കണം. 3 ദിവസം തുടർച്ചയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല.
ഒരു ദിവസം വയറ് അറച്ച് കഴിക്കാണ്ടെങ്കിൽ പിന്നെ 2 ദിവസം പട്ടിണി, അല്ലെങ്കിൽ അപ്പുറവും ഭക്ഷണം ഉണ്ട്, ഒരു ദിവസം ഇല്ല. അതാണല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10ലേക്ക് കടക്കുമ്പോ അഴിച്ചുവിടപ്പെട്ട കാറ്റ് പോലെ ഉദാരനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ല. റമളാനിലേക്ക് കടക്കുമ്പോൾ അഴിച്ചുവിടപ്പെട്ട കാറ്റ് പോലെ ഉദാരനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതൊരു മനോഭാവമാണ്. കുറെ കൊടുക്കുക എന്നുള്ളതല്ല, ആ മനോഭാവമാണത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരർത്ഥത്തിൽ എനിക്കെന്റെ റബ്ബ്, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എനിക്കെന്റെ റബ്ബ് കുറഞ്ഞ കാലത്തേക്ക് ഇതൊന്ന് തത്ത് കയ്യിൽ വെച്ചോ. നമ്മൾ അങ്ങനെ ആളുകളുടെ കയ്യിൽ കൊടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇന്ന ഗണത്തിൽപ്പെട്ടവരെ കണ്ട ചില കൊടുത്തോ, ഇല്ലെങ്കിൽ കൊടുക്കരുത്. ഇങ്ങനെ നിങ്ങൾ ഒരുത്തന്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ കൊടുത്തിട്ട് നിങ്ങൾ ഹജ്ജിനോ ഉംറക്കോ പോയി, നമ്മൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അയാൾ നമുക്കൊരു ലിസ്റ്റ് തന്നിരിക്കുകയാണ്. അർഹരായ നമ്മൾ വെച്ച എല്ലാ വ്യവസ്ഥ അനുസരിച്ചും അയാൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെച്ച വ്യവസ്ഥക്ക് വിധേയല്ലാത്ത ഒന്നിലും അയാൾ 5 പൈസ ചെലവാക്കിയിട്ടില്ല. അയാളോട് നിങ്ങൾക്ക് അന്നിങ്ങനെ ഉണ്ടാവുക. അങ്ങനെയാണ് റബ്ബ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാ ഇത് വെച്ചോ, നമുക്ക് തന്നിരിക്കണം. അല്ലാതെ പണക്കാരനാകുന്നത് അയാളെ സാമർത്ഥ്യം കൊണ്ടല്ല. പണക്കാരെ കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അപ്പൊ എന്നെ കുറഞ്ഞ കാലത്തേക്ക് ഏൽപ്പിച്ച ഇത് റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ച് ചെലവഴിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ കുറഞ്ഞ കാശ് ഏൽപ്പിച്ചിട്ടുള്ളൂ റബ്ബ് എങ്കിൽ നമുക്ക് കുറച്ച് ചെലവഴിച്ചാൽ മതി. അപ്പൊ കുറച്ച് റിപ്പോർട്ടും കൊടുത്താൽ മതി. 10 ലക്ഷം നമ്മൾ ഒരാളെ ഏൽപ്പിക്കുന്നതിന് പകരം ആകെ 10,000 രൂപ ഏൽപ്പിച്ചുള്ളൂ എങ്കിലോ തിരിച്ചു വരുമ്പോ 10,000 രൂപന്റെ കണക്ക് തന്നാ പോരെ അയാള്. അപ്പൊ കൂടുതൽ കിട്ടിയവർ കൂടുതൽ ഉത്തരം പറയേണ്ടി വരും. ഞാനിത് ഈ ആശയം പല ഭാഷയിലും ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് പൊതുവായ, ഒന്നാമത് പറഞ്ഞത് സക്കാത്തിനെ പറ്റിയാണ്, രണ്ടാമത് പറയുന്നത് പൊതുവായ ദാനധർമ്മം. ഇത് കൊടുക്കുക എന്നതിനേക്കാൾ കൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ. എന്ന് പറഞ്ഞിട്ട് ഇത് അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സാഹോദര്യം പൂത്തുലഞ്ഞിട്ട് മദീനയുടെ തെരുവുകളിൽ അത്ഭുതങ്ങൾ ഉണ്ടായപ്പോ അതിനെക്കുറിച്ച് പറയുന്നതിന്റെ ഇടയിൽ അള്ളാഹ് പറയുന്നുണ്ട്, നമുക്ക് ആവശ്യമുള്ളപ്പോ, ആവശ്യമില്ലാത്തപ്പോഴല്ല, നമുക്ക് ആവശ്യമുള്ളപ്പോ നമ്മുടെ ആവശ്യത്തെക്കാളേറെ മറ്റുള്ളവന്റെ ആവശ്യത്തിന് മുൻഗണന കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞതിന് ശേഷം ഒരു പ്രസ്താവനയുണ്ട്, ഈ ഭൂമിയുടെ ഒരു ഗാന്ധത്തിന് ഇരുമ്പിന്റെ അടുത്തേക്കുള്ള ആകർഷണം പോലെ, അല്ലെങ്കിൽ ഇരുമ്പിന് ഗാന്ധത്തിന്റെ അടുത്തേക്കുള്ള ആകർഷണം പോലെ, ഈ പണത്തിന് മനുഷ്യന്റെ അടുത്തേക്ക് ഒരു ആകർഷണീയ ഒരു വല്ലാത്ത കാണാത്ത ഒരു വലിവുണ്ട്. ആ ഒരു വലിവ്, ആ ഒരു പിടുത്തത്തിൽ നിന്ന് ഒരുത്തൻ അങ്ങോട്ട് മോചനം നേടിയാൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ്. ചെലവഴിക്കണോ? ഞാൻ ചെലവഴിക്കും. ഇതൊരു മനസ്സാണ്. അപ്പോ ഈ ഒരു മനസ്സ് നമുക്കുണ്ട് എന്നതിന്റെ പ്രകടനമാണ് സാധാരണക്കാരും കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് സാധ്യമാകുന്ന രീതിയിൽ ഇൻഫാഖ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ചെലവഴിക്കൽ. അതിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ വിസ്തരിച്ച് അള്ളാഹ് പറഞ്ഞ മാർഗങ്ങളൊക്കെ കൂടിയാണ്. ആ ഒരു വശം എല്ലാവരും ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, അവസാനത്തെ 10ലേക്ക് കടന്നു. അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ 1ാമത്തെ 10ൽ ഒരു പ്രാവശ്യം ഇഅ്തികാഫിരുന്നു. 2ാമത്തെ 10ലും ഇഅ്തികാഫിരുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്രി മിൻ അശ്റിൽ അവാഖിർ മിൻ റമളാൻ. റമളാനിന്റെ അവസാനത്തെ 10ൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് എന്നെ അറിയിച്ചു, എന്നിട്ട് ഞാനത് മറപ്പിക്കപ്പെട്ടു എന്നൊരു പ്രയോഗവും ഹദീസിൽ കാണാം. മറന്നു എന്നല്ല പറഞ്ഞത്. കാരണം അങ്ങനെ മറക്കണ ഒരാളാണ് നബി എങ്കിൽ ഒരുപാട് ആളുകളുടെ സ്വർഗം അങ്ങനത്തെ ഒരു നബിനെ പിൻപറ്റിയത് കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു എന്ന് വരാം. നഅൂദുബില്ലാ. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ മറന്നു എന്നല്ല, ഞാൻ മറപ്പിക്കപ്പെട്ടു. അപ്പൊ അതിനൊരു യുക്തി ഉണ്ടാവും. അള്ളാഹുവിന്റെ ഒരു യുക്തിയാണത്. അത് ഓർക്കണ്ട. ആളുകൾ പണിയെടുക്കട്ടെ, ഒരുപാട് പണിയൊന്നും എടുക്കണ്ട. കാരണം എന്താ? ലൈലത്തുൽ ഖദ്ർ ഒറ്റയായ രാവിലാണ് എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അവസാനത്തെ 10ൽ ഒറ്റയായ രാവ് എന്ന് പറഞ്ഞാൽ 21, 23, 25, 27, 29 ഇത്രേ ഉള്ളൂ. من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه. റമളാൻ ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ പ്രതിഫലേച്ഛയോടും വിശ്വാസത്തോടും കൂടി ഒരാൾ നമസ്കരിച്ചാൽ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ നിസ്സാരമായ കാര്യമല്ല. ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ.
ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ എന്ന് പറഞ്ഞിട്ട് സൂറത്ത് ദുഖാന്റെ മുന്നേ ആ തുടക്കത്തിലും ഇതേ ആശയം പറയുന്നുണ്ട്. ഇത് രണ്ടും ഒരേ രാവിനെ പറ്റിയാണ്. ഇത് പരിശുദ്ധ ഖുർആൻ റമദാനിലാണ് ഈ രാവ് എന്നത് നിസ്തർക്കമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മലക്കുകൾ അല്ലാഹുവിന്റെ മാലാഖമാരിറങ്ങും. കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു വിധി നിർണായക നാൾ. ജിബ്രീൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഈരടികൾ റസൂലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് റസൂലിന്റെ അടുക്കൽ പലതവണ മാറി മാറി വന്ന ആ ജിബ്രീൽ ഉണ്ടല്ലോ, വറൂഹു ഫീഹാ, ആ ജിബ്രീൽ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, മലക്കിറങ്ങും മാത്രമല്ല ജിബ്രീലും. അപ്പൊ അന്ന് ഖുർആനിന്റെ വചനങ്ങളുമായിട്ട് ഹബീബായ റസൂലിന്റെ തിരുസന്നിധിയിൽ വന്ന ജിബ്രീൽ എന്ന മാലാഖ ആ ഖുർആൻ ഏറ്റുവാങ്ങിയ ഉമ്മത്തീങ്ങളെ നേരിട്ട് കാണാൻ വരും എന്നതൊക്കെയാണ്. അതിലൊരുപാട് ആശയങ്ങളുണ്ട്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് സാധ്യമാകുന്നിടത്തോളം പള്ളികളിൽ ചെലവഴിക്കാൻ പറ്റുന്നവർ അതിന് പ്രാമുഖ്യം കൊടുക്കണം. അതാണ് ഇഅ്തികാഫ്. 10 ദിവസം പൂർണ്ണമായിട്ട് പള്ളിയിൽ കഴിഞ്ഞുകൂടാൻ പറ്റുമോ? മൊബൈൽ ഫോൺ ഒരു വക മാറ്റി വെക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഒന്നുമില്ല, 4 ദിവസം കറണ്ട് ഒന്നിച്ചു പോയാൽ തീരുന്ന പരിപാടിയേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഈ കാണുന്ന പുകിലൊക്കെ. അപ്പൊ പ്രളയമൊക്കെ ഉണ്ടായപ്പോൾ മുമ്പ് കേരളത്തിൽ നമ്മൾ അനുഭവിച്ചതാണ്. കോവിഡ് ഉണ്ടായപ്പോൾ വേറെ കുറെ നിയന്ത്രണങ്ങൾ അനുഭവിച്ചതാണ്. എന്നിട്ട് നമ്മൾ ജീവിച്ചല്ലോ. എയർപോർട്ടൊക്കെ അടച്ചാലും ജീവിക്കാൻ പറ്റുന്ന നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നോ? പക്ഷെ ജീവിച്ചില്ലേ. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് വെക്കുക, വല്ലപ്പോഴും നോക്കുക. മൊത്തം ഒരാള് ഫുൾ ടൈം ഈ ഇത്തിക്കാഫിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അയാളെ ഇത്തിക്കാഫ് ഇരിക്കാത്തതുപോലെ ആയിരിക്കും എന്നാണ് എന്റെ സ്വന്തം അഭിപ്രായം. കാരണം ഇതിനൊക്കെ ഇതിൻ്റെതായ ചില ചിട്ടകളുണ്ട്. ദിക്റുകളിലും ദുആകളിലും ഖുർആൻ പാരായണങ്ങളിലും എല്ലാ പള്ളി അർച്ച ആളുണ്ടാവും. പക്ഷേ ഈ ബാച്ചിലർ ഗൾഫ് ഞാൻ പറയാൻ പോണത്, പിന്നെ ഗൾഫിലെ ബാച്ചിലറായിട്ട് താമസിച്ചവർക്ക് ഞാൻ പറയാൻ പോണത് വേഗം മനസ്സിലാവും. ഏത് ഈ ഇങ്ങനെ ഇത്രയൊന്നും ഫോണില്ലാത്ത കാലത്ത് ട്രങ്ക് കോള് ബുക്ക് ചെയ്തിട്ട് ആ കിട്ടിയ നേരത്ത് സംസാരിച്ചോളണം. വെള്ളിയാഴ്ച ആകെ ഒഴിവുള്ളൂ. ട്രങ്ക് കോള് ബുക്ക് ചെയ്തിട്ട് വീട്ടിലെ ഭാര്യയോടും മക്കളോടും ഉമ്മയോടും ഉപ്പയോടും ഒക്കെ സംസാരിക്കണം. അപ്പൊ ഇയാള് ബാച്ചിലർ റൂമിൽ ഇരുന്നിട്ടാണ് ഈ സംസാരിക്കുന്നത്. അപ്പുറം ഇപ്പുറം ഒക്കെ ആളുകളുണ്ട്. ഈ സംസാരം തുടങ്ങി ഒരു ഘട്ടം കഴിഞ്ഞപ്പോ പരിസരമൊക്കെ ഇയാൾ മറന്നു. ഇയാൾ ചൂടാകുന്നുണ്ട്, ഇടക്ക് കരയുന്നുണ്ട്, കണ്ണു തുടക്കുന്നുണ്ട്. ഒരു വിദേശിയായ ഒരു മനുഷ്യന്റെ കുടുംബ ജീവിതത്തിന്റെ മുഴുവൻ വേദനകളും ആ കുറഞ്ഞ നേരത്തെ സംസാരത്തിലുണ്ട്. എന്താ അയാള് അവിടെ നിന്നൊക്കെ പോയി ഒരു സൈബർ സ്പേസിലാണ്. അതിനാണ് സൈബർ സ്പേസ് എന്ന് ഇന്റർനെറ്റിന്റെ ഭാഷയിൽ പറയുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ആളുകളുണ്ട്, പക്ഷെ ഇയാളതൊക്കെ മറന്നിരിക്കണം. അപ്പൊ മോളെ പുതിയ ഉടുപ്പ് വാങ്ങി, ആ മോള് മൈലാഞ്ചിട്ടോ, മൈലാഞ്ചിട്ടോ ഇവിടെ ഒന്ന് കാണിച്ച്. അപ്പൊ ആ കുട്ടി അവിടെ കൈ കാട്ടുന്നുണ്ട്. ഇവിടെ ഈ ലാൻഡ് ഫോണിന്റെ ഇപ്പുറത്തിരുന്നിട്ട് ഉഷാറായിട്ടുണ്ട് എന്ന് ഇയാൾ പറഞ്ഞിട്ട് കണ്ണു തുടക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇഅ്തികാഫ് എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നമ്മളും റബ്ബും മാത്രം സൈബർ സ്പേസിലാകുന്ന ഏർപ്പാടാണ് എന്ന് പറയാനാണ്. അതുകൊണ്ട് ആ ഒരു ചൈതന്യം അതിന് വേണം, ആ ഒരു വടക്കം അതിന് വേണം. ഇന്നത്തെ ആധുനികങ്ങളായ എല്ലാം കൂടി ഇതിലേക്കും കലർന്നിട്ട് അങ്ങാടികളിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്നതിന് പകരം പള്ളിയെ അങ്ങാടിയാക്കുന്നതിന്റെ പേരല്ല ഇഅ്തികാഫ് എന്ന് നമ്മൾ ഓർക്കണം. ആ ചിട്ടവട്ടങ്ങളോടെ ഒറ്റ പ്രയോഗം മതി. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്ക്. അങ്ങാടികളിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് പള്ളിയിൽ വന്നിട്ട് പള്ളിയെ അങ്ങാടിയാക്കി മാറ്റുന്നതിന്റെ പേരല്ല ഇഅ്തികാഫ് എന്ന ഒരു തലമുണ്ടല്ലോ. ആ അടക്കത്തോടെ, ആ ഒതുക്കത്തോടെ ഞാനും എന്റെ റബ്ബും എന്ന ഒരു ലോകത്തിലേക്ക് അവന്റെ ഭവനത്തിൽ ഇരുന്ന് ഈ പുണ്യമാസത്തിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചങ്ങനെ സാധ്യമാകുന്നവർ അതിന് പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പിന്നീട് അപ്പോൾ ലൈലത്തുൽ ഖദ്റും ഇഅ്തികാഫിന്റെ പ്രതീക്ഷയും പെരുന്നാളും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് കുറഞ്ഞ കാര്യങ്ങൾ ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചും അടുത്ത വെള്ളിയാഴ്ചയിൽ പറയാം. ഒരു പക്ഷേ നമ്മൾ ഫിത്ർ സക്കാത്ത് അതിനു മുമ്പ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ടാവും. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ പരിശുദ്ധ റമദാനിൽ നടത്തുന്ന എല്ലാ പ്രയത്നങ്ങളും റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെയൊക്കെ തിരിച്ചു വിളിച്ചോ അവരോടൊക്കെ നീ കരുണ കാണിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് നിന്നിലേക്ക് യാത്രയായവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണേ നാഥ. അവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. അവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. പടച്ചവനെ, അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ സ്ഥാനം നൽകണേ റബ്ബേ. അള്ളാഹുവെ, പലതരത്തിലുള്ള രോഗങ്ങളുമുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് നീ ശിഫ നൽകണേ റബ്ബേ.
അവരെ നീ പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ. അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ ഈ ദീനിന്റെ വഴിയിൽ ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും ഞങ്ങളോടൊത്ത് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് ആ രോഗികളായ സഹോദരന്മാർക്കും സഹോദരികൾക്കും നീ നൽകണേ റബ്ബേ. ഞങ്ങളുടെ വളരുന്ന തലമുറകളിലെ പിഞ്ചുമക്കൾ പലതരത്തിലുള്ള കെണികൾക്കും വലകൾക്കും മുന്നിലാണ്. ദീനീയായ അടിത്തറകളിൽ അവരെ സംസ്കരിച്ചെടുക്കാനുള്ള ഞങ്ങളുടെ പ്രയത്നങ്ങളെ നീ തുണക്കണേ അല്ലാഹ്. ആ മക്കൾക്ക് നീ നല്ല മനസ്സ് നൽകണേ തമ്പുരാനെ. അവരുടെ ഹൃദയങ്ങളിൽ ഞങ്ങളോടും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവരോടുമുള്ള വാത്സല്യവും കനിവും അനുകമ്പയും നിറച്ചു തരണേ റബ്ബേ. പടച്ചവനെ, ഈ റമദാനിൽ ഞങ്ങൾ നിർവഹിച്ച ചെറുതും വലുതുമായ എല്ലാ പ്രയത്നങ്ങൾക്കും ഞങ്ങൾ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയ സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ നമ്മുടെ മഞ്ചേരി സേവന കേന്ദ്രത്തിന് വേണ്ടിയുള്ള കളക്ഷൻ ഇന്ന് നടക്കുന്നുണ്ട്. ഓരോരുത്തരും അവർക്ക് കഴിയുന്ന രീതിയിൽ അതിൽ പങ്കാളിത്തം വഹിക്കണം. സേവന ജീവകാരുണ്യ പ്രവർത്തനത്തിലെ വളരെ പ്രസ്താവ്യമായ കുറെ അധികം പ്രവർത്തനങ്ങളിൽ അവരവിടെ ഏർപ്പെടുന്നുണ്ട്. അതിന്റെ അനുഭവസ്ഥരും ഗുണഭോക്താക്കളുമായ ആളുകൾ വരെ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ആ പദ്ധതികൾ കുറച്ചുകൂടി വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി അവരുടെ മുമ്പിലുണ്ട്. ആ അർത്ഥത്തിൽ മനസ്സഴിഞ്ഞ് ആ സംരംഭത്തെ സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പള്ളിയിൽ ദീർഘകാലം മുഅദ്ദിനായി സേവനം ചെയ്തിരുന്ന ഷൊർണൂർ പ്രദേശത്തെ ഒരു മുഹമ്മദ് സാഹിബ് ഉണ്ട്. റമദാനിലൊക്കെ നമ്മളെ കാണാൻ ഇവിടെ പലപ്പോഴും വരാറുണ്ട്. അദ്ദേഹം ഈ അടുത്ത ദിവസം നമ്മെ വിട്ടു പിരിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹവും നമ്മളും തമ്മിലൊക്കെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഇടപാടുകളുള്ള ആളുകളോ അല്ലെങ്കിൽ മനസ്സാ വല്ല അനിഷ്ടങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപുറത്തു കൊടുക്കണമെന്നും അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. നാഥൻ അദ്ദേഹത്തെയും നമ്മെയും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് വളരെ വിഷമത്തോടു കൂടിയാണ് ഗസയുടെ കാര്യം. ഒരുപാട് വിഷയങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ അതിലേക്ക് കടക്കാതിരുന്നത്. ഗസയെ പറ്റി പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. വളരെ അന്യായമായി കരാറുകൾ ഉണ്ടായിട്ട് അതിന്റെ വ്യവസ്ഥകൾ മുഴുവൻ കാറ്റിൽ പറത്തി ആ പാവങ്ങളുടെ മേലെ കൊണ്ടുപോയിട്ട് ലോഡ് കണക്കിന് ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന നിഷ്ഠൂരമായ കർമ്മത്തിന് ലോകം സാക്ഷിയായി കൊണ്ടിരിക്കുകയാണ്. ഈ ഗതി നമുക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവർക്ക് വേണ്ടി നമ്മളെപ്പോലെ ഒരു വിദേശ രാജ്യത്ത് വിദൂര ദിക്കിൽ നിൽക്കുന്ന നമുക്ക് മനസ്സുരുകി അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒറ്റക്കുള്ള പ്രാർത്ഥനയിലും അതൊരു വിഷയമാകണം. റഹ്മാനായ റബ്ബേ, ആ ജനതയെ നീ തുണക്കണേ അല്ലാഹ്. അവരോട് ധിക്കാരം കാണിക്കുന്ന ഈ അധർമ്മകാരികൾക്ക്, ധിക്കാരികൾക്ക് ചരിത്രത്തിൽ പാഠമാകുന്ന രീതിയിൽ അവരെ നീ കൈകാര്യം ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, ഫലസ്തീനിലെ ആ മനുഷ്യരിൽ നിന്ന് ആരെയൊക്കെ ശുഹദാക്കളായിട്ട് നിന്നിലേക്ക് വന്നോ അവരുടെയൊക്കെ രക്തസാക്ഷിത്വം നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, വിശ്വാസികൾക്ക് ഒരുമയും ഐക്യവും നൽകണേ തമ്പുരാനെ. ഇസ്ലാമിക രാഷ്ട്രത്തിലെ തലവന്മാരായ ആളുകൾക്ക് ഈ പാവപ്പെട്ട ജനതയുടെ ദുരിതത്തിന് നേരെ കണ്ണു തുറക്കാനുള്ള ഒരു ബോധം, ഒരു ധൈര്യവും നീ നൽകണേ അല്ലാഹ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന വിധം നല്ല ഒരു പര്യവസാനം ഫലസ്തീൻ പ്രശ്നത്തിനുണ്ടാകാൻ, അങ്ങനെ നിന്റെ പുണ്യഗേഹമായ മസ്ജിദുൽ അഖ്സായുടെ വിമോചനം കൺനിറയെ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة والآخرة حسنة وقنا عذاب النار. اللهم اجعل يومنا خيرا من أمسنا واجعل غدنا خيرا من يومنا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا ولا شاهدا علينا واجعله حجة لنا ولا حجة علينا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في غزة. اللهم انصرهم ولا تنصر عليهم. اللهم كن معهم ولا تكن عليهم. اللهم انصرهم وخذ من بغى عليهم. الله يا قهار يا جبار إلهنا إنا نسألك بأنك أنت الله لا إله إلا أنت لا حول ولا قوة إلا بك. اللهم انصرهم ولا تنصر عليهم. اللهم كن معهم ولا تكن عليهم. ربنا آتنا في الدنيا حسنة
حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين اللهم